ഞാൻ ഡോക്ടർ അനു കെ വാസു, കുഞ്ഞുങ്ങളുടെ ഗ്യാസ്ട്രോ ലിവർ ആൻഡ് ട്രാൻസ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടന്റ് ഡോക്ടറാണ്. ഞാൻ കിംസ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണ്. ഫാറ്റി ലിവർ ഡിസീസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഇപ്പോൾ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസ് അഥവാ MASLD എന്നാണ് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഡിസീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഒരു 20 വർഷം അല്ലെങ്കിൽ 30 വർഷം മുന്നേയുള്ള കണക്കുകൾ എടുത്തിരുന്നാൽ 20 മുതൽ 50 വരെ വയസ്സുള്ള അല്ലെങ്കിൽ മധ്യവയസ്സുള്ള ആളുകളിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്ന കണ്ടീഷൻസ് നോക്കിയാൽ ഏറ്റവും കൂടുതലായി കാണപ്പെട്ടിരുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ മദ്യപാനം മൂലമുള്ള ലിവർ സിറോസിസ് ആയിരുന്നു. ബട്ട് ഇപ്പോഴത്തെ കണക്കുകൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റുന്നത് ഫാറ്റി ലിവർ റിലേറ്റഡ് സിറോസിസ് ആണ് മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം. ആയതുകൊണ്ട് നമ്മൾ ഈ ഡിസീസിനെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒരു 10 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ കണക്കുകൾ എടുത്താൽ 100 കുട്ടികളിൽ ഒരു 33 പേർക്കും ഫാറ്റി ലിവർ ഡിസീസ് കാണപ്പെടുന്നു എന്നത് അതീവ ഗുരുതരമായി കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇതിൽ ഒബീസിറ്റി അഥവാ അമിതവണ്ണമുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിയിരുന്നാൽ ഏകദേശം 60 മുതൽ 65% കുട്ടികളിലും ഒബീസിറ്റി ഉള്ളവരിൽ ഫാറ്റി ലിവർ ഡിസീസ് കാണപ്പെടുന്നു. എന്നാൽ നോർമൽ വെയിറ്റ് ഹൈറ്റുള്ള കുഞ്ഞുങ്ങളിലും 10 മുതൽ 12% വരെ ഫാറ്റി ലിവർ ഡിസീസ് കാണപ്പെടാവുന്നതാണ്. ലിവറിൽ കൊഴുപ്പടിയുന്ന ഒരു പ്രതിഭാസമാണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ലിവറിൽ കൊഴുപ്പടിയുന്നതിന്റെ ഭാഗമായി ഇത് ഫർദർ ലിവർ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ലിവർ ഫൈബ്രോസിസ് ഉണ്ടാക്കുകയും പിന്നീട് ലിവർ സിറോസിസിലേക്ക് പോവുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് ഈ ഡിസീസ് പ്രിവെന്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് നമ്മൾ കുട്ടികളിൽ തന്നെ പ്രിവെന്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഡിസീസ് ഉണ്ടാവുന്നത് എന്ന് നോക്കിയാൽ ടെക്നോളജി എല്ലാം വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള ഒരു യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ നമ്മുടെ ജീവിതശൈലി ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന ചില രോഗങ്ങളിൽ മുൻപന്തിയിൽ വരുന്ന ഒന്നാണ് ഈ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. കൂടുതലായി പ്രോസസ്ഡ് ഫുഡ് ഉപയോഗിക്കുക, അതായത് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കൂടുതലായി ഉപയോഗിക്കുക, കൂടുതൽ സ്വീറ്റൻഡ് ബിവറേജസ് അല്ലെങ്കിൽ ജ്യൂസസ് ഉപയോഗിക്കുക. ഈ ഫുഡ് ചേഞ്ചസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫാറ്റി ലിവർ ഡിസീസ് എന്ന ഒരു അസുഖം വരുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊന്ന്, കുട്ടികളിൽ വ്യായാമമില്ലാതെ കൂടുതൽ സമയം TV, മൊബൈൽ ഫോൺസ്, അതുപോലെ സോഷ്യൽ മീഡിയ ഇതെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് ഫാറ്റി ലിവർ ഡിസീസിലേക്ക് നയിക്കാവുന്നതാണ്. കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തുക, ദിവസവും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നന്നായി വ്യായാമം ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. അത് മേ ബി പുറത്തുപോയി കളിക്കുന്നതാവാം, സ്വിമ്മിങ്ങിന് പോവാം, ബാഡ്മിൻ്റൺ കളിക്കാം, അങ്ങനെ എന്ത് ഫിസിക്കലായിട്ടുള്ള വ്യായാമമാണെങ്കിലും അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ നമ്മൾ കുഞ്ഞുങ്ങളെ വ്യായാമം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ദിവസം കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരത്തിൽ എല്ലാ കളറിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എല്ലാ കളർ എന്ന് വെച്ചാൽ ഗ്രീൻ കളർ വെജിറ്റബിൾസിനെ റെപ്രസെന്റ് ചെയ്യാം, വെള്ള കളറിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് മെയിനായിട്ടും, അത് മെയിനായി മുട്ടയാവാം, പാൽ, അങ്ങനെ പ്രോട്ടീൻ റിച്ച് ഫുഡ്സ്, or red color foods or orange color foods for mainly fruits, നമുക്ക് ഓറഞ്ച്, ആപ്പിൾ, ടൊമാറ്റോ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ. ബ്രൗൺ കളർ കൂടുതലായി സീരിയൽസ്, റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വരുന്നതാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫുഡ്സ് ആനുപാതികമായി കുഞ്ഞുങ്ങളുടെ ആഹാര പദാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് വളരെയധികം ആവശ്യമാണ്. ആരോഗ്യമുള്ള ഒരു നല്ല തലമുറയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ കുട്ടികളിൽ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കാണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലിവർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അത് ഫാറ്റി ലിവർ ഡിസീസിലേക്കും അല്ലെങ്കിൽ ലിവർ സിറോസിസിലേക്കുമുള്ള ഒരു യാത്ര നമ്മൾ തീർച്ചയായും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.